എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ 11 മണിക്ക് വളരെ വിഷമം തോന്നുന്നൊരു വാർത്ത നമ്മളെല്ലാവരും തന്നെ കണ്ടു കാണും. അടിമാലിക്കടുത്ത് KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞിട്ട് 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞുമകൾ മരിക്കപ്പെടുകയുണ്ടായി. തീർച്ചയായിട്ടും അച്ഛനില്ലാതെ അമ്മ വളർത്തിയ, വളരെ കഷ്ടപ്പെട്ട് വളർത്തിയ കുഞ്ഞുമകളാണ് മരിക്കപ്പെട്ടത്. അവർക്കത് താങ്ങാനുള്ളൊരു കരുത്ത് ദൈവം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ അപകടത്തിൽപ്പെട്ട KSRTC ബസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല, അതുപോലെ തന്നെ പുകയുടെ സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ എങ്ങനെ നമുക്ക് അപകടത്തിൽപ്പെടുന്നൊരു വാഹനത്തിന് ഡോക്യുമെൻറ്റ്സ് കൃത്യമല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം എന്നതിനെ പറ്റി എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അത് നമുക്കൊന്ന് അറിയാൻ വേണ്ടി തിരുവനന്തപുരം KSRTCയുടെ ഹെഡ് ഓഫീസിലേക്ക് ഞാനൊന്ന് വിളിച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചു തരാം എന്താ പറഞ്ഞതെന്നുള്ളത്. ഹലോ 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 KSRTCയുടെ ഓഫീസല്ലേ? ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണേ. എൻ്റെ പേര് ഗീവറീസ്, ഞാൻ അങ്കമാലിന്ന് വിളിക്കുന്നേ. ഒരു KSRTC ഇന്ന് മൂന്നാർ പോണ റൂട്ടിൽ നീണ്ടപാറ എന്ന സ്ഥലത്തൊരു മറിഞ്ഞിട്ടുണ്ടല്ലോ താഴേക്ക്. അതിനകത്തൊരു കുട്ടി മരിച്ചിട്ടുണ്ടേ. അപ്പോൾ ആ വണ്ടിയുടെ നമ്പർ KL 15A98 എന്നാണ് വണ്ടിയുടെ നമ്പർ. അപ്പൊ ഈ വണ്ടിക്ക് നിലവില് ഇൻഷുറൻസും ഇല്ല, പുകയുടെ സർട്ടിഫിക്കറ്റും ഇല്ല. അപ്പൊ ഈ മരിച്ച കുട്ടിക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് കവറേജ് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? അത് നമുക്ക് എല്ലാ വണ്ടിക്കും ഇൻഷുറൻസ് KSRTC നേരിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കിപ്പോ ഇതില് ബാക്കി സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പരിവാഹൻ സൈറ്റിൽ 15 വർഷം വരെയുള്ള വണ്ടിയുടെ ഇതാണ് നമുക്ക് ലൈഫിന്റെ ഇതാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതില് നമ്മുടെ ഗവൺമെന്റ് ഇപ്പം ഗവൺമെന്റ് ഓർഡർ പ്രകാരം ഇതിന്റെ എല്ലാ പെർമിറ്റുകളും ഇതെല്ലാം ഇനി മാറ്റി കൊടുത്തിട്ടുണ്ട് KSRTCക്ക് മാത്രമായിട്ട്. പക്ഷേ ഈ സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് MPDയുടെ പരിവാഹൻ സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കാത്തത്. അല്ല, നമ്മൾ വേറൊരു സൈറ്റിലാണ് ചെക്ക് ചെയ്തത്, പരിവാഹനിലല്ല. അപ്പോൾ കാണിക്കുന്നുണ്ട് ഇതില് ഇൻഷുറൻസ് കഴിഞ്ഞ വർഷം തീർന്നു, പുകയുടെ സർട്ടിഫിക്കറ്റ് തീർന്നതാണ്, രണ്ടുമാണ് കാണിക്കുന്നത്. അപ്പൊ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഗ്യാരണ്ടിയോടുകൂടി KSRTC തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ മരിച്ച കുട്ടിക്ക് ഇൻഷുറൻസ് തുക കിട്ടുമെന്നാണ് പറയുന്നത് അല്ലേ? അതെ അതെ അതെ. ഓക്കെ, ഞാൻ അതറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. ഏകദേശം നമുക്ക് എത്ര നാൾക്കുള്ളിൽ കിട്ടും അതറിയാമോ? ഹലോ ഹലോ, ഏകദേശം നമുക്ക് എത്ര നാൾക്കുള്ളിൽ ഈ പൈസ കിട്ടുമെന്ന് അറിയാൻ പറ്റുമോ, ഇൻഷുറൻസ് കവറേജ്? അത് ഞാൻ പറയാൻ പറ്റത്തില്ല. എന്തായാലും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് അത് കളക്ട് ചെയ്ത് അവിടെ ക്ലെയിം ചെയ്യുന്നത് മാതിരിയാണ് ഇരിക്കുന്നത്. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി, താങ്ക് യു. അപ്പോൾ KSRTCയിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇത് ഗവൺമെൻറ് തന്നെയാണ് ക്ലെയിം ചെയ്ത് ഗവൺമെൻറ് തന്നെ നമുക്ക് പൈസ കിട്ടും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇത് എത്രത്തോളം ശരിയാണെന്നുള്ളത് എനിക്കറിയില്ല, ഞാനിതുവരെ പറഞ്ഞ് കേട്ടിട്ടുമില്ല. അപ്പോൾ ചില വണ്ടികളുടെയൊക്കെ നമ്മൾ പരിവാഹനിലോ അല്ലെങ്കിൽ മറ്റു സൈറ്റുകളിലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട് ഇൻഷുറൻസ് ഉള്ള വണ്ടികളുമുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ വ്യത്യാസം എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഏത് വണ്ടികൾ അപകടപ്പെട്ടാലും, ഇനി KSRTC ആയിക്കോട്ടെ പ്രൈവറ്റ് വണ്ടി ആയിക്കോട്ടെ, ഇൻഷുറൻസ് മസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇൻഷുറൻസോ അല്ലെങ്കിൽ അതുപോലെ മുടങ്ങി കിടക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ എല്ലാവരും അത് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു KSRTC എന്നുള്ളൊരു പുതിയൊരു അപ്ഡേഷനാണ്, ഞാനിതുവരെ കേട്ടിട്ടില്ല ഈ സംഗതി. ഇത് എത്രത്തോളം ശരിയാണെന്നുള്ളത് എനിക്കറിയില്ല. ഒത്തിരി KSRTC അപകടങ്ങളുണ്ടായിട്ട് ഒത്തിരി പേര് ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി പേര് അപകടത്തിൽ മരിക്കുകയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഇത് കിട്ടിയിട്ടുണ്ടോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കിതൊരു പുതിയ അറിവാണ്. ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ട് KSRTCന്ന് ക്ലെയിം കിട്ടിയതായിട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും കേട്ടറിവുണ്ടെങ്കിൽ ഒന്ന് ഇതിനകത്ത് മെസ്സേജായിട്ട് അയക്കാം. അതുപോലെ തന്നെ അപ്പോൾ അതൊരു പുതിയ അറിവാണ്, അപ്പോൾ എല്ലാവരിലേക്കും അറിയാൻ വേണ്ടിയാണ്. എന്തായാലും എത്ര പൈസ കിട്ടിയാലും അച്ഛനില്ലാതെ മകളെ വളർത്തി വലുതാക്കിയിട്ട് ഇതുപോലെ നമ്മുടേതല്ലാത്തൊരു കാരണം കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവണം, നമ്മൾ ഒരിക്കൽ ജീവിതത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു അപകടം നടക്കുന്നത്. അപ്പോൾ എത്ര പൈസ കിട്ടിയാലും അത് നമുക്ക് അതിന് പകരമാവില്ല. എന്നാലും പക്ഷേ ഈ അമ്മയ്ക്ക് ഇനി ആ കുടുംബത്തിൽ എത്ര പേരുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. ഭാവിയിൽ അല്ലെങ്കിൽ അമ്മയ്ക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് നോക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ കണ്ടുവന്നിരിക്കും. ഇപ്പോഴത്തെ കാലത്ത് പൈസയാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള പൈസ അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ടത് ആരുടെ നിന്നായാലും, ഇനി ഗവൺമെൻറ്റിൽ നിന്നായിക്കോട്ടെ മറ്റു ആരുടെ നിന്നായാലും നമ്മളത് മേടിച്ചെടുക്കാൻ പരമാവധി ശ്രമിച്ചിരിക്കണം.